നമ്മുടെ കയ്യിലുള്ള ഈ മലബാർ സ്നേക്കെട്ടിൻ്റെ അല്ലെങ്കിൽ പുലിവാഹയുടെ ആ ഒരു കണ്ണിൻ്റെ ഇഷ്യൂ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇന്നൊരു വാട്ടർ ചേഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്ത സമയത്ത് ഇതിൻ്റെ ഈ ഒരു കണ്ണിൻ്റെ ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കണ്ണ് കണ്ടില്ലേ പുറത്തേക്ക് ബൾജായിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതായത് ഇതിന് സ്ട്രെസ് വരുമ്പോഴാണ് ഇങ്ങനെ കണ്ണ് പുറത്തേക്ക് ബൾജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് സ്പേസിൻ്റെ കാരണമാണെന്ന്. ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ട് അത് സ്പേസിൻ്റെ കാരണം തന്നെ അവനാണെന്നുള്ളത്. പക്ഷേ ഇനി അത് വെള്ളത്തിൻ്റെ കാരണമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്നൊരു വാട്ടർ ചേഞ്ച് കൊടുത്തത്. അപ്പോൾ വെള്ളം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വെള്ളത്തിന് യാതൊരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് നമ്മളൊരു വാട്ടർ ചേഞ്ച് കൊടുത്തു എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വാട്ടർ ചേഞ്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നേരത്തെയാണ് നമ്മൾ ഈ ഒരു വാട്ടർ ചേഞ്ച് കൊടുത്തത്. കാരണം ഈ ഒരു കണ്ണിൻ്റെ ബൾജ് നമുക്ക് ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം വെള്ളത്തിൽ ആൽഗെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെ കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ കണ്ണ് അതുപോലെ തന്നെയാണ് ഏകദേശം ഇരിക്കുന്നത്, പുറത്തേക്ക് ബൾജ് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സ്ട്രെസ് കുറയുമ്പോൾ അത് സാധാരണ പഴയ പോലെ തന്നെ ആവേണ്ടതാണ്, പക്ഷേ ആയിട്ടില്ല. പക്ഷേ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് വാട്ടർ ക്വാളിറ്റി അല്ലാന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ അത് സ്പേസിൻ്റെ ഇഷ്യൂ തന്നെയാണ് ആവാനായിട്ട് സാധ്യത. സ്പേസ് കുറവാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പൊതുവേ ചെറിയ രീതിയിൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇങ്ങനെ സ്ട്രെസ്സ് വരുന്ന സമയത്ത് ഇവർ വെള്ളത്തിലേക്ക് ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് റിലീസ് ചെയ്യും. ഈ ഹോർമോൺസ് ഇവരുടെ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്യും, പക്ഷേ ഇവരുടെ ഇൻറ്റേർണൽ ഓർഗൻസ് കണ്ടിന്യൂ ചെയ്യും ഗ്രോ ചെയ്യാനായിട്ട്. അപ്പോൾ ശരീരത്തിൽ ഡീഫോമിറ്റി കാര്യങ്ങളൊക്കെ വരും. ഇതിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊരു ഡീഫോമിറ്റി ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു സ്നേക്ക് ഹെഡിൻ്റെ ഷേപ്പ് ഇല്ലായ്മ. അത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഗ്രോത്ത് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. കാരണം നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ഡ്വാർഫിസം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് സ്പേസിൻ്റെ പ്രോബ്ലം തന്നെയാണെന്നാണ് ഏകദേശം നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ വീഡിയോയ്ക്ക് നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു സ്പേസ് തന്നെ ആകാനാണ് സാധ്യത എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ കണ്ണ് ഇതുപോലെ ബൾജ് ആവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നതും ഇതിൽ നിന്ന് വരുന്ന സ്ട്രെസ്സ് തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് എന്താണ് സംഭവം എന്നുള്ളത് പിടികിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഇതിനെ ആ ഒരു ഫ്രിഡ്ജ് ബോക്സിലേക്ക് തന്നെയാണ് ഇറക്കി വിടുന്നത്. കുറച്ച് കഴിഞ്ഞ് നമ്മളൊരു ഔട്ട്ഡോർ ടാങ്ക് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് മാറ്റാം. കാരണം നമുക്ക് ഇപ്പോൾ വേറെ മീനുകളും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും അതിൻ്റെ ശ്രദ്ധയിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ റെഡ് ജയൻറ്റ് ഗൗരാമികൾ, ആൽബിനോ ജയൻറ്റ് ഗൗരാമികളെല്ലാം നമ്മുടെ പുതിയ കളക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ശ്രദ്ധിക്കുന്നില്ല എന്നല്ല ഉദ്ദേശിച്ചത്, നമ്മൾ പുതിയൊരു ഔട്ട്ഡോർ ടാങ്ക് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് മാറ്റുന്നതായിരിക്കും. അതുവരെ താൽക്കാലികമായിട്ട് നമുക്ക് ഇതിനെ ഈ ഫ്രിഡ്ജ് ബോക്സിൽ തന്നെ ഇടാം. ഇതിൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 7.5 ഇഞ്ചാണ്. ഇതിൻ്റെ കളറൊക്കെ മാറി നീല കളർ കയറിയിട്ടുണ്ട്, നീലവാ സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഗ്രോത്ത് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇതിനെ വാങ്ങിയിട്ട് ഏകദേശം ഒരു 6 മാസം ആയിട്ടുണ്ട്. ചെറിയ സൈസിനെ വാങ്ങിയതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയ സ്പേസുകളിൽ ഇവർ ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു. വെള്ളത്തിലേക്ക് ഇവർ റിലീസ് ചെയ്യുന്ന ഈ ഹോർമോൺസിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് നമ്മൾ വീക്കിലി ഒരു 30% വാട്ടർ ചേഞ്ച് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹോർമോൺ റിലീസ് ചെയ്യുന്നത് മൂലം ഇവരുടെ ഗ്രോത്ത് സ്റ്റോപ്പ് ആവുന്നത് കുറയ്ക്കാനായിട്ട് പറ്റുന്നതാണ് പറയുന്നത്. അതായത് അവർ വീണ്ടും വളർന്നു തുടങ്ങുന്നതാണ് പറയുന്നത്. അപ്പോൾ അത്തരം ഇഷ്യൂസാണ് ഈ ഒരു മീനിനുള്ളത്. അല്ലാതെ ഇത് ഫുഡ് കഴിക്കാതിരിക്കുക, ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിക്കും, നല്ല ആക്റ്റീവായിട്ട് നടക്കുന്ന മീനാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ കറൻ്റ്ലി ഫേസ് ചെയ്യുന്നത്.